ഇതെന്താ ഇപ്പം വറുത്ത് കോരുന്നതെന്നായിരിക്കും എല്ലാവരും ആലോചിക്കുന്നതല്ലേ? വേറൊന്നുമല്ല, നമ്മുടെ ടുട്ടൂസിൻ്റെയാണ് കേട്ടോ, പ്രിപ്പറേഷനാണിത്. സ്പെഷ്യൽ മസാലയാണ്. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തതയാണ്. ആദ്യം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിന് പിന്നാലെ നടക്കുമായിരുന്നു ഞാൻ. മോളെ ഒന്നും ഉണ്ടാക്കുമെന്ന് പറയും. ഇന്ന് ഉറങ്ങാൻ കിടന്ന ആളുടെ ഞാൻ പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് വന്ന് ഉണ്ടാക്കിയ ചെറിയ റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ സംഭവം സെറ്റല്ലേ? കാണാൻ നല്ല അടിപൊളി, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ അധികമുള്ള ഇഡ്ഡലിയൊക്കെ ഉണ്ട് എങ്കിൽ, രാവിലത്തെ അധികമുള്ള ഇഡ്ഡലി ഉണ്ടെങ്കിൽ വൈകുന്നേരം ആക്കാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ. അതങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചോളൂ, എത്രയെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് വെച്ചോളൂ. ഇതിപ്പോൾ ഒരു 2-3 ഇഡ്ഡലി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് അത്ര ഇഡ്ഡലി വെച്ചൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, എനിക്ക് 2 ഇഡ്ഡലി വെച്ച് ഉണ്ടാക്കാൻ അറിയുള്ളൂ എന്ന്. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. ഓയിൽ അങ്ങോട്ട് ചൂടാക്കുക, എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനല്ല, ടുട്ടു ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ കരിയുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞ് തീ ഓഫ് ചെയ്യുക. അപ്പോൾ പറഞ്ഞു, അത് കരിഞ്ഞാലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ മമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ. അതിലേക്ക് പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുത്ത് ഗരം മസാല ഇട്ട് കുടയുന്നുണ്ട്, പക്ഷേ അതിൽ ഗരം മസാല ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിൽ ഉള്ളത് തട്ടിത്തൂക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് കരിച്ചെടുക്കുന്നുണ്ട്. എന്താ ഉദ്ദേശം എനിക്കറിയില്ല. എന്നോട് പറഞ്ഞ് കരിഞ്ഞാലേ ടേസ്റ്റ് വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കളറൊന്ന് മാറി വരുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഇഡ്ഡലിക്കുട്ടന്മാരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വ്യത്യസ്തതയായിട്ടുള്ള നല്ല വെറൈറ്റി ഉള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മുടെ കരിഞ്ഞ മസാലയ്ക്കകത്തിട്ട് ആ ഇഡ്ഡലിക്കുട്ടന്മാരെ ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് മുരിഞ്ഞ് വരട്ടെ, ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരും കേട്ടോ. അതായത് അതിൻ്റെ പുറത്തിങ്ങനെ ചെറിയൊരു ക്രഞ്ചി ആയിട്ട് തോന്നും, പക്ഷേ അകം നല്ല സോഫ്റ്റ്. അതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ വരും. ഇപ്പോൾ ചേർത്തിരിക്കുന്നത് നമ്മുടെ ഷീസ്വാൻ സോസാണ്. ഇതെല്ലാം മാർക്കറ്റിലും കിട്ടും. അത് ഏകദേശം 1 സ്പൂണ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടുട്ടൂസിൻ്റെ ഒരു അടിപൊളി സ്പെഷ്യൽ ഐറ്റമാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഒരു ടേസ്റ്റാണ്. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതാ കുറച്ച് വെള്ള എള്ളും കൂടി മുകളിലേക്കൊന്ന് തൂങ്ങിയിട്ടുണ്ട്. സംഭവം നല്ല കിടുക്കാച്ചി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.